ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ടെക്നോളജിയിലെ വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്കഷനാണ് ഈ ചാപ്റ്ററിൽ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെബ് പേജുകളുടെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുക. ഒരു വെബ്സൈറ്റിൽ ഒന്നിൽ കൂടുതൽ വെബ് പേജുകൾ ഉണ്ടാവും. ഈ വെബ് പേജ് എന്ന് പറയുന്നത് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഈ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ്. ഇത് നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടങ്ങളിൽ HTML ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ HTML ലാംഗ്വേജ് അറിയാവുന്ന ആർക്കും ഒരു ടെക്സ്റ്റ് ടൂൾ, അതായത് നോട്ട് പാഡോ അല്ലെങ്കിൽ വേർഡോ തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ സോഫ്റ്റ്വെയറിൽ ഈ HTML ലാംഗ്വേജ് ഉപയോഗിച്ച് വെബ് പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് വെബ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഫേമസ് ആയിട്ടുള്ള വെബ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസുകളാണ് ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബി ഡ്രീം വീവർ തുടങ്ങിയവയൊക്കെ ഫേമസ് ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർസുകളാണ്. അപ്പൊ ഇങ്ങനെ വെബ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെ ഉള്ള ഒരു ഗുണം, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജുകൾ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡിസൈൻ ചെയ്ത ശേഷം, ഡെവലപ്പ് ചെയ്ത ശേഷം ഈ വെബ് പേജുകൾ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? വെബ് സെർവറിലേക്ക് മാറ്റണം. അതിന് FTP പാക്കേജ് സപ്പോർട്ടും ഇത്തരത്തിലുള്ള വെബ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസുകൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേർഡിലോ അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്ററിലോ ഒക്കെ HTML ലാംഗ്വേജ് ഉപയോഗിച്ച് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് HTML ലാംഗ്വേജ് അറിയാമെങ്കിൽ ഇത് ആ കോഡുകൾ നമുക്ക് എഴുതി ഫയൽ സേവ് ചെയ്ത് .html എക്സ്റ്റൻഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വെബ് പേജ് ആയി. ഇങ്ങനെ കുറെ വെബ് പേജുകളുടെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുക. അപ്പം ഇത്തരം വെബ് പേജുകൾ നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ FTP പാക്കേജ് വേണം. അത് ആ സപ്പോർട്ടിംഗ് പാക്കേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിക്കണം. എന്നാൽ അതേസമയം നമ്മൾ വെബ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസുകൾ നമ്മൾ ഉപയോഗിച്ചാണ് വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, അഡോബി ഡ്രീം വീവർ പോലെയുള്ള സോഫ്റ്റ്വെയർസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, അത് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് FTP പാക്കേജും കൂടെ ഇത്തരം സോഫ്റ്റ്വെയർസുകൾ നമുക്ക് സപ്പോർട്ട് തരും. ഇനി ഈ വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വെബ് പേജുകളുടെ കൂട്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒരു HTML ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാം. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം, വെബ്സൈറ്റുകൾ, പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ട്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്, ഇതാണ് 2 തരത്തിലുള്ള വെബ്സൈറ്റുകൾ. ഇതിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്, ഈ വാക്ക് നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ് പല പ്രാവശ്യം. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. അപ്പം അത് ഐഡിയാസുകൾ നമുക്കുണ്ടെങ്കിൽ ഇവിടെയും കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ് പേജുകളുടെ കണ്ടന്റ് ഒരിക്കലും മാറുകയില്ല. അതിന്റെ കണ്ടന്റുകൾ ഒരിക്കലും മാറ്റമില്ലാതെ വരുന്ന വെബ്സൈറ്റുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുക. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിന്റെ, ഇപ്പൊ നമ്മളൊരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ഒക്കെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ കണ്ടന്റുകൾ മിക്കവാറും തന്നെ മാറുകയില്ല. കഴിഞ്ഞ വർഷം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് തന്നെയായിരിക്കും ഈ വർഷവും നമുക്ക് കാണുന്നത്. അതിന്റെ കണ്ടന്റുകളിലൊന്നും വലിയ മാറ്റങ്ങൾ കാണുകയില്ല. അത്തരം വെബ്സൈറ്റുകളെയാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുക. അതേസമയം കണ്ടന്റ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കണ്ടന്റ് മാറി മാറി വരുന്ന വെബ്സൈറ്റുകളെയാണ് എന്ന് പറയുക ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുക. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വർഷത്തെ +1 റിസൾട്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടു. അപ്പം അവിടെ നിങ്ങൾ 38 പേര് നിങ്ങൾ കാണുന്ന വെബ്സൈറ്റ് 38 വെബ്സൈറ്റ് ആണ് നിങ്ങൾ കണ്ടത്, അല്ലേ? കാരണം എന്താണ്? 38 പേരും 38 മാർക്കാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ഒരേപോലത്തെ മാർക്കല്ലല്ലോ എല്ലാവരുടെയും. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കാണ്. അതായത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് വെബ് പേജ് ആണ് അവര് തന്നത്. അത്തരം വെബ്സൈറ്റുകളെയാണ് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുക. അപ്പം സാധാരണഗതിയിൽ സ്റ്റാറ്റിക് വെബ്സൈറ്റിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഡൈനാമിക് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനായിട്ട്. അതായത് നിങ്ങളുടെ +1 റിസൾട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത്
എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഈ റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നു. സെർവർ ഈ ഡേറ്റാസുകളെല്ലാം അവരുടെ ഡേറ്റാബേസ്, അതിന്റെ പുറകിലുള്ള ഡേറ്റാബേസ് സെർവറിലായിരിക്കും വെച്ചിരിക്കുക. അപ്പൊ സെർവർ ഡേറ്റാബേസ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഡേറ്റാസുകൾ അതിൽ നിന്ന് ഫെച്ച് ചെയ്ത് സെർവറിലേക്ക് കൊണ്ടുവന്ന് ആ ഡേറ്റാസുകൾ നമ്മുടെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പം ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം എപ്പോഴും ഈ ഡേറ്റാബേസും സെർവറുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. അപ്പൊ അതിനുള്ള പ്രോഗ്രാംസുകൾ ഡൈനാമിക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പം സ്റ്റാറ്റിക് വെബ്സൈറ്റിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഡൈനാമിക് വെബ്സൈറ്റ്. അപ്പം ഇങ്ങനെ ഡൈനാമിക് വെബ്സൈറ്റിൽ ഈ ഡേറ്റാബേസുമായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടി പ്രോഗ്രാം എഴുതി കൊടുക്കും. ഇങ്ങനെ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. സ്ക്രിപ്റ്റിംഗ് ഇത് തന്നെ നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റിലും ചെറിയ രീതിയിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ചില സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഇങ്ങനെ ഇമേജസുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മൗസ് കൊണ്ടുവരുമ്പം പല കളേഴ്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ വെബ്സൈറ്റുകൾ. പക്ഷെ അതിന്റെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പം അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവിടെ കുറച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ പ്രോഗ്രാം ചെയ്യുന്നതിനെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൗസറാണ് ക്ലയന്റ്. ഇനി നമ്മളൊരു സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റ് സെർവറിലേക്ക് റിക്വസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ബ്രൗസറാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്ന വെബ്സൈറ്റ് ആണ് സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുക. സെർവർ കുറെ HTML കോഡാണ് നമ്മുടെ ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ബ്രൗസറാണ് അത് ആ കോഡ് അനുസരിച്ച് പല തരത്തിലുള്ള കളേഴ്സിലുള്ള അല്ലെങ്കിൽ സൈസിലുള്ള ഫോണ്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ അട്രാക്റ്റീവ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് ബ്രൗസറാണ്. അപ്പം സെർവറിൽ ആ കോഡാണ് കിടക്കുക. കോഡാണ് നമ്മുടെ ബ്രൗസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ ബ്രൗസറാണ് യഥാർത്ഥത്തിൽ ഈ കോഡിനെ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജുകളാക്കി മാറ്റി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം കുറച്ചു മുമ്പേ എടുത്ത ഡൈനാമിക് വെബ് പേജിൽ ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ റിസൾട്ട് കാണാനായിട്ട് DHSCയുടെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്യുന്നു. ഈ എൻ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാതെ നിങ്ങൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവിടെ ഒരു മെസ്സേജ് കാണിക്കും, പ്ലീസ് എൻ്റർ എ വാലിഡ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഫോർമാറ്റ് നിങ്ങൾ ശരിയായിട്ടല്ല എൻ്റർ ചെയ്തതെങ്കിൽ അന്നേരവും ഒരു മെസ്സേജ് വരും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ ബ്രൗസറിനുള്ളിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത്തരം പ്രോഗ്രാമിനെയാണ് എന്താ പറയുക ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് സെർവറിലേക്ക് പോയി സെർവർ അതിന്റെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ മാർക്കുകളെല്ലാം ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ എടുക്കാനായിട്ടുള്ള പ്രോഗ്രാം സെർവറിൽ എഴുതി കൊടുക്കണം. അത്തരം പ്രോഗ്രാംസിനെയാണ് എന്താ പറയുക സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. അപ്പൊ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിലും ഇതിനെ അപേക്ഷിച്ച് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രാമിംഗ് ഡെപ്ത് കൂടുതലുള്ള പ്രോഗ്രാംസുകളാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരിക. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് പോലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. PHP പോലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സ്റ്റാറ്റിക് വെബ് പേജ്, ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം അതിന്റെ ഫസ്റ്റ് കമ്പാരിസൺ. ദി കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ വെബ് പേജ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് വെബ് പേജിന്റെ കണ്ടന്റും അതിന്റെ ലേ ഔട്ടും ബോർഡറുകളും എല്ലാം എപ്പോഴും ഒരേപോലെ ഇരിക്കും. നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു കടയുടെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓൺലൈനായിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമൊന്നുമല്ല, ഒരു സാധാരണ ഓർഡിനറി ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിയാലും ഈ വർഷം നിങ്ങൾ നോക്കിയാലും അതിലെ കണ്ടന്റുകളെല്ലാം ഇങ്ങനെ ഇരിക്കും, ഒരേപോലെ ഇരിക്കും.
അല്ലെ? അപ്പൊ ഒരു കോളേജിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ട അതേ കണ്ടന്റ് തന്നെയായിരിക്കും ഈ വർഷം ഉള്ളത്. അത്തരം വെബ് പേജിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുക. എന്നാൽ അതേസമയം ഡൈനാമിക് വെബ് പേജിന്റെ പ്രത്യേകത, ദി കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് മേ ചേഞ്ച് ഡ്യൂറിംഗ് റൺ ടൈം. ഓരോ പ്രാവശ്യവും റൺ ചെയ്യുന്ന സമയത്തും ഡൈനാമിക് വെബ് പേജിന്റെ കണ്ടന്റും അതിന്റെ ലേ ഔട്ടും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അടുത്തത് സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡേറ്റാബേസ്. സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഒരിക്കലും എന്താ ചെയ്യാറില്ല, ഡേറ്റാബേസ് യൂസ് ചെയ്യാറേ ഇല്ല. സ്റ്റാറ്റിക് വെബ് പേജുകൾ ആണോ, അതെവിടെ ഉണ്ടാവും? സെർവറിൽ ഉണ്ടാവും. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്ത് ആ ഫയല് നമ്മുടെ ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കുന്നു, ബ്രൗസർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. അവിടെ ഡേറ്റാബേസിന്റെ ആവശ്യം വരുന്നില്ല, എവിടെ? സ്റ്റാറ്റിക് വെബ് പേജിൽ. എന്നാൽ ഒരു ഡൈനാമിക് വെബ് പേജ് ആകുമ്പോൾ എന്ത് വേണം? ഡേറ്റാബേസ് ഉണ്ടാവും. ഡേറ്റാബേസ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ് ത്രൂ ക്വറീസ്. അപ്പം ഈ സെർവർ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്വറീസുകളായിട്ട് ആയിരിക്കും എന്താണ് ഡൈനാമിക് കണ്ടന്റുകളെ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്തെടുത്ത് ക്ലയന്റിലേക്ക് അയക്കുക. അപ്പം ഡൈനാമിക് വെബ് പേജിൽ എന്ത് വേണം? ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇനി സ്റ്റാറ്റിക് വെബ് പേജസ് ആണോ, അതെവിടെയായിരിക്കും റൺ ചെയ്യുന്നത്? നമ്മുടെ ബ്രൗസറിലാണ് സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പം ഒരു കോളേജിന്റെ വെബ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ആ കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോളേജിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്രൗസർ ആ വെബ്സൈറ്റിന്റെ IP അഡ്രസ് തപ്പി എടുത്തിട്ട് ആ സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു, നിങ്ങളുടെ ഹോം പേജ് തരാൻ പറഞ്ഞ് റിക്വസ്റ്റ് അയക്കുന്നു. ആ സെർവർ നമുക്ക് നമ്മുടെ ബ്രൗസറിലേക്ക് ആ പേജ് കൊടുക്കുന്നു, നമ്മുടെ ബ്രൗസർ നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പൊ ഇവിടെ ഈ സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റാറ്റിക് വെബ് പേജ് റൺ ചെയ്യാനായിട്ട് നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന്റെ ആവശ്യം വരുന്നില്ല. ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേസ് ദി റിസൾട്ട്. അതേസമയം ഡൈനാമിക് വെബ് പേജുകൾ റൺ ചെയ്യുമ്പോൾ എന്ത് വേണം? ഡേറ്റാബേസ് വേണം. അപ്പം ഡേറ്റാബേസുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പ്രോഗ്രാമിംഗ് വേണം. അതിന് അവിടെ ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുക. സ്റ്റാറ്റിക് വെബ് പേജ് ആർ ഈസി ടു ഡെവലപ്പ്. ഒരു HTML ലാംഗ്വേജ് അറിയാവുന്ന ആർക്കും വേണമെങ്കിലും ഒരു സ്റ്റാറ്റിക് വെബ് പേജും അതുവഴി സ്റ്റാറ്റിക് വെബ്സൈറ്റുകളും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെന്റ് റിക്വയർ പ്രോഗ്രാമിംഗ് സ്കിൽ. എന്നാൽ അത് അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയില്ല, ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഡൈനാമിക് വെബ് പേജിലേക്ക് വരുമ്പം നമുക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് സ്കില്ല്, അതായത് കുറച്ച് കൂടുതൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലേക്കുള്ള ബോധം നമുക്ക് വേണ്ടിവരും, അല്ലെ അറിവ് നമുക്ക് വേണ്ടിവരും. അപ്പം ഈ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.